ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഒരു ചെറിയ രീതിയിലുള്ള സെൽ ഓഫ് നമ്മൾ കണ്ടു. അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച പഹൽഗാമിൽ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുമെന്നും ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനെ തുടർന്ന് മാർക്കറ്റിൽ ഒരു ഫിയറുണ്ട്. ആ ഒരു ഫിയറിനെ തുടർന്നുള്ള ഒരു സെല്ലിംഗ് ആകാം. അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ടുള്ള, ഇല്ലെങ്കിൽ ഈ ഒരു ഏപ്രിൽ മന്തിലെ സ്ട്രോങ് റാലി നമ്മൾ കണ്ടു അല്ലേ. ഏകദേശം ബാങ്ക് നിഫ്റ്റിയൊക്കെ അതിൻ്റെ ബോട്ടത്തിൽ നിന്ന് 17% അടുത്താണ് റിക്കവറി നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് എല്ലാം മോർ ദാൻ 10% റിക്കവറി നടത്തിയിട്ടുണ്ട്. സോ ഇത്രയും വളരെ വലിയൊരു റാലി ഒരു 2 വീക്സിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. ഫ്രൈഡേ ആണ് നമ്മുടെ മാർക്കറ്റിൽ സെൽ ഓഫ് വന്നത്. പക്ഷേ നമ്മൾ ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ നോക്കുമ്പോൾ തന്നെ വളരെ ചെറിയ ക്യാൻഡിൽസ്, അതായത് ഇനി മുന്നോട്ട് മൂവ് ചെയ്യാൻ സ്ട്രെങ്ത് ഇല്ലാത്ത തരത്തിലുള്ള ക്യാൻഡിൽസും മാർക്കറ്റിൽ ഒരു ചെറിയൊരു വീക്ക്നെസ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഫ്രൈഡേ നമുക്കൊരു സെൽ ഓഫ് വന്നത്. സോ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സാറ്റർഡേ സൺഡേ നമുക്ക് എന്താണ് മാർക്കറ്റിൽ ലീവാണ്. അപ്പം മൺഡേ ഇനി മാർക്കറ്റുള്ളൂ. അപ്പം 2 ദിവസം ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ മേ ബി പൊസിഷൻസ് ക്യാരി ചെയ്യാൻ താല്പര്യപ്പെടാത്തവരുണ്ടാകാം, ഇല്ലെങ്കിൽ അത്രയും പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടാത്തവരുണ്ടാവും. സോ അതിനെ തുടർന്ന്, ഇല്ലെങ്കിൽ ആ ഒരു പേടിയെ തുടർന്ന് ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ വന്നതാകാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഒരു പുൾ ബാക്ക്, ഇല്ലെങ്കിൽ ചെറിയൊരു സൈഡ് വേസ് ഒക്കെ ഒരു വലിയ റാലിക്ക് ശേഷം നമ്മൾ കാണാറുണ്ട്. അതിനെ തുടർന്നുള്ള, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് പോലുള്ള കാരണങ്ങൾ കൊണ്ട് വന്നതായിരിക്കാം. സോ ഏതായാലും കഴിഞ്ഞ ആഴ്ച നമ്മളുടെ മാർക്കറ്റിൽ ചെറിയ ഒരു സെൽ ഓഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ചത്തെ പ്രധാന ഇവൻറ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയ് 1 തേഴ്സ്ഡേ നമുക്കെന്താണ് മാർക്കറ്റ് ഹോളിഡേ ആണ്. അതേപോലെ തന്നെ ഈ അടുത്ത ആഴ്ച നമ്മളുടെ ഏതർ എനർജിയുടെ IPO വരുന്നുണ്ട്. അപ്പം ഈ ഒരു നിഫ്റ്റിയുടെ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും ടെക്നിക്കൽ ലെവൽസും അതേപോലെ തന്നെ നമ്മളുടെ നെക്സ്റ്റ് വീക്ക് ട്രേഡ് പ്ലാനും നമ്മളീ പറഞ്ഞ ഏതർ എനർജിയുടെ IPOയുടെ ഇഷ്യൂ ഡേറ്റും, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുൻപേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെയോ അതേപോലെ തന്നെ അപ്സ്റ്റോക്കിൻ്റെയൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയോ, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കോഴ്സൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ ഒരു പ്രധാന റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 23,800 ആണ്. സോ ഈ ഒരു ലെവൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം സേഫാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഡൗൺ സൈഡ് ബിയറിഷ്നെസ് ഒരു സ്ട്രക്ചറിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ചയാണ് നമുക്ക് സെൽ ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും വലിയ റാലിക്ക് ശേഷം ഇവിടെ അതിന് മുൻപുള്ള 3 ദിവസം നോക്കിയാലും ചെറിയ രീതിയിലുള്ള ക്യാൻഡിൽസ്, അതായത് സ്ട്രെങ്ത് ഇല്ലാത്ത ക്യാൻഡിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയൊരു വീക്ക്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ തന്നെ 24,500 ലെവലിൽ എനിക്ക് കോൾ ഓപ്ഷൻ ഈ ഒരു ലെവലിൽ ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, 24,500 ലെവലിൽ. അപ്പം ഇന്നലെ ഏകദേശം അതിൽ ഞാൻ പ്രോഫിറ്റും ബുക്ക് ചെയ്തു. അപ്പം ഇനി നമ്മൾ അവർലി ചാർട്ടിലോട്ട് നിഫ്റ്റിയുടെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ മാർക്ക് ചെയ്ത അതേ സോണിൽ വന്നിട്ടാണ് ഇപ്പം സപ്പോർട്ട് എടുത്തിട്ടുള്ളത് അല്ലേ. അതേ സോണിൽ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുത്ത് വേണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ്, വേണമെങ്കിൽ നമുക്കിത് റീടെസ്റ്റ് എന്ന് പറയാം, റീടെസ്റ്റ് നടത്തി വേണമെങ്കിൽ മുകളിലോട്ട് പോവാം അല്ലേ. ഒന്നെങ്കിൽ ഇവിടെ നിന്നൊരു മുകളിലോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ സൈഡ് വേസ് പോകാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള സാധ്യത. ഈ 3 സാധ്യതകളാണുള്ളത്. അപ്പം ഈ 2 സാധ്യതകളിൽ പ്രത്യേകിച്ച് ഞാൻ പേഴ്സണലി ഇപ്പോൾ ഓപ്ഷൻസിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം മൺഡേ ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്ന് അവിടുന്ന് തിരിച്ച് കയറുവാണെങ്കിലത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. പകരം ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 24,500 ഇല്ലെങ്കിൽ അതിൻ്റെ ഹയർ സ്ട്രൈക്കുകളിലോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്പ്രെഡ് ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സെല്ലിങ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ലെവലിൽ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ചെറിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിഫ്റ്റിയിലൊക്കെ നമുക്ക് മെയ് 8-ൻ്റെയൊക്കെ 24,600 വേണമെങ്കിൽ നമുക്ക് ഏകദേശം 86 രൂപയുണ്ട്. സെല്ല് ചെയ്തിട്ട്
നമുക്ക് 24,800C ഒരു 200 പോയിൻ്റ് അകലെ നമ്മൾ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മോശമില്ലാത്ത ഒരു റിസ്ക് റിവാർഡിൽ ഇല്ലെങ്കിൽ എന്താണ് 2,800 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത് പെർ ലോട്ട്, 12,000 ആണ് നമുക്ക് റിസ്ക് വരുന്നത്. ബട്ട് നമുക്കതറിയാം പ്രാക്ടിക്കലി നമ്മൾ ഇതുവരെ ഹോൾഡ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം ഏകദേശം 78% ആക്യുറസിയിൽ നമുക്ക് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം 50,000 ഒക്കെ നമുക്കതിന് മാർജിൻ മതി. അപ്പം ഈ ഒരു ബ്രേക്ക് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ, ഇനി ബ്രേക്ക് ഡൗൺ വന്നു ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, വീണ്ടും തിരിച്ച് മുകളിലോട്ട് കയറി വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു പൊസിഷൻ മേ ബി ഒരു 1,000 റുപ്പീസോ 500 റുപ്പീസോ 1,500 റുപ്പീസ് ലോസിലൊക്കെ നമുക്ക് എന്താണ് ബുക്ക് ചെയ്ത് മാറുകയൊക്കെ ചെയ്യാം. സോ ഞാൻ എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒരിക്കലും ഇതിൽ ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞതല്ല. സോ നിഫ്റ്റീൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം അതാണ് നിഫ്റ്റി ഈ ഒരു അപ്പർ സൈഡ് ഈ ഒരു 23,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു സേഫ് ലെവലാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 23,800 താഴെയൊക്കെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മേ ബി നിഫ്റ്റിയുടെ 50 മൂവിങ് ആവറേജ് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു 23,300 ഒക്കെ മേ ബി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ഇത്രയും വലിയൊരു റാലിക്ക് ശേഷം മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ പുൾ ബാക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതുമാത്രമായിരിക്കും നിഫ്റ്റിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഈ പറഞ്ഞ പോലെ യുദ്ധങ്ങളിലോട്ടോ കാര്യങ്ങളിലോട്ടോ ഒന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മാർക്കറ്റ് ഈ ഒരു സൈഡ് വേസ് ആക്ഷന് ശേഷം റിക്കവർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ലോവർ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു റിക്കവറി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 17% റിക്കവറിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 14% റിക്കവറിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സൈഡ് വേസ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യണം. ഇതുപോലെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു പ്രീവിയസ് ഹൈ ആയിരുന്നു ഈ ഒരു 54,000 ഇല്ല 54,500 ഈ ഒരു സോണ്. ആ ഒരു സോണ് ബ്രേക്ക് ചെയ്ത് അവിടെയാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റിയും സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. പ്ലസ് 50 മൂവിങ് ആവറേജിൽ കൂടിയാണ്. അപ്പം ഇതിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ, ഈ ഒരു സോണിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ 50 മൂവിങ് ആവറേജിന് അവർലി താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിഫ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലുള്ളൊരു സെൽ ഓഫ് വരാനുള്ള ഒരു പോസിബിലിറ്റീസ് നമുക്ക് നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യത്തിലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് അതിനനുസരിച്ച് നിങ്ങളുടെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സ്മോൾ ക്യാപ്പിലോട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പ് അത്രത്തോളം സ്ട്രോങ് അല്ല. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം സ്ട്രോങ് അല്ല. നിയർ 50 മൂവിങ് ആവറേജിൽ തന്നെയാണുള്ളത്. അപ്പം ഇവിടെ നിന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഫർദർ സെൽ ഓഫിലോട്ട് വരാനൊക്കെയുള്ള സാധ്യത ഉണ്ട് സ്മോൾ ക്യാപ്പിൻ്റെ കേസിൽ. ഓൾമോസ്റ്റ് നമ്മൾ മിഡ് ക്യാപ്പിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ബെറ്ററാണ്. നമ്മൾ സ്മോൾ ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്താണ് കുറേ കൂടെ ബെറ്ററാണ്. പക്ഷേ എന്നാലും സ്മോൾ ക്യാപ്പിൽ പറഞ്ഞ പോലെ നമുക്കെന്താണ് ഇപ്പം നാളെ ഒരു സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ വരാവുന്ന ഒരു സ്ട്രക്ചറേ ഉള്ളൂ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്താണ് നമ്മുടെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നല്ല രീതിയിൽ വീക്കായി എന്ന് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ വീക്ക് ആകുന്നു എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ റെഗുലറായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറയുന്നത് ക്യാഷ് ഹോൾഡിങ്സ് മെയിൻറ്റെയിൻ, അതായത് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുക, അഗ്രസീവായിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെയൊരു നല്ലൊരു മാർക്കറ്റ് കണ്ടീഷനോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് റാലി തരുന്നൊരു നേച്ചറൊന്നും മാർക്കറ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. ഇവിടെ ഇൻഡെക്സ് കയറിയെങ്കിലും ഒരു സ്വിംഗ് ട്രേഡർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റോക്കുകളൊന്നും അത്രത്തോളം പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്യാഷിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു 70%, ഒരു 20-30% മാത്രമേ മാർക്കറ്റിൽ ഇപ്പം നിലവിൽ ഡിപ്ലോയ് ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ സജഷൻ. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന് നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് എന്താണ് അത്ര വേണമെങ്കിലും ഇതിനുള്ളിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളുടെ മാർക്കറ്റിലെ സ്ട്രോങ് സെക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഫിനാൻഷ്യൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറാണ്. അതേപോലെ തന്നെ ടൂറിസം, അതേപോലെ തന്നെ ഹോട്ടൽ സെക്ടർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ നിഫ്റ്റി PSE സെക്ടർ, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിഫൻസ് സെക്ടറൊക്കെ അത്യാവശ്യം സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഫാർമ സെക്ടേഴ്സും അത്യാവശ്യം സ്ട്രോങ് ആയി വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത്യാവശ്യം സെൽ ഓഫ് വന്നു എങ്കിലും സ്ട്രോങ് ആയിട്ട് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിഫ്റ്റി IT സെക്ടർ മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ ചെറിയ രീതിയിലെങ്കിലും സ്ട്രെങ്ത് കാണിച്ചത്, അല്ലേ? അതെ, ഇവിടെ
ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സ് തന്നെ വീഴുമ്പോഴും എന്താണ് നിഫ്റ്റി ഐ.ടിക്ക് അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് വരാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ വീക്കിലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് എന്താണ് ഐ.ടി ഇവിടെ എന്താണ് സപ്പോർട്ട് എടുത്തതിന് ശേഷം കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് സെക്ടർ റിലേറ്റഡ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പം നിഫ്റ്റിയുടെ ഐ.ടിയുടെ ഒരു പ്രധാന സപ്പോർട്ട് സോണാണിത്. അപ്പം ഇവിടെ നിന്ന് റിക്കവറി വരുമെന്ന് വിശ്വസിക്കാം. ഇനി അങ്ങനെയല്ല, ഇവിടെ നിന്ന് റിവേഴ്സൽ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫർദർ അത്യാവശ്യം കുറച്ചുകൂടെ താഴോട്ടൊക്കെ ഐ.ടി ഇൻഡെക്സ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത ആഴ്ച നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് നമ്മളുടെ എന്താണ് IPO ആണ് എതർ എനർജിയുടെ IPO ഡേറ്റ് വരുന്നത് 28 ആണ്. അതായത് മൺഡേ ആണ് IPO ഇഷ്യൂ ഓപ്പൺ ആകുന്നത്. ഏകദേശം ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് 6 മെയ് ആണ്. പ്രൈസ് റേഞ്ച് 304 തൊട്ട് 321 വരെയാണ്. അപ്പം ഏകദേശം എന്താ പറയുക, നമ്മളുടെ ഒല മാത്രമാണ് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൽ ഇപ്പം നിലവിലുള്ളത്. അപ്പം ഈ ഒരു ഒലയ്ക്ക് ഒരു എതിരാളിയാണ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഓപ്പോണൻ്റ് ആണ് ഏത്തർ എന്ന് പറയാം നമുക്ക് ഈ ഒരു IPO വരുന്നതോടുകൂടി. അപ്പം ഈ ഒരു സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്നവർ ഇല്ലെങ്കിൽ ഓല സ്റ്റോക്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഈ ഒരു കമ്പനിയുടെ ഏതർ എനർജിയുടെ IPO ഒബ്സർവ് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിലൊരു ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ആ ഒരു സെക്ടറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് പ്ലാൻ ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.